ജോസഫ്. ഞാൻ കോട്ടയം ജില്ലയിൽ കലാരൂപതയിൽ പൂഞ്ഞാർ ഇടവകയിൽ നിന്ന് വരുന്നു. അമ്മ മാതാവിന് 1000 നന്ദി. ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം നൽകിയതിന്. ഞാൻ സി എക്ക് പഠിക്കുന്നു. എൻ്റെ അമ്മ 2019 ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഞാൻ സിയുടെ പഠനം തുടങ്ങിയപ്പോഴായിരുന്നു 2019. അന്നേരം തൊട്ട് ഞാൻ സിയുടെ എല്ലാ എക്സാമിനും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയും ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റും എല്ലാം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയും എനിക്ക് ലോകത്തിലെ തന്നെ 5ാമത്തെ ഏറ്റവും വലിയ അക്കൗണ്ടിങ് ഫേമിൽ ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ 3 വർഷം ഞാൻ ജോലി ചെയ്ത് 2.5 വർഷം ഞാൻ ജോലി ചെയ്ത് നവംബർ 2023 ഞാൻ സിയുടെ ഫൈനലിൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിന് പ്രിപ്പയർ ചെയ്തു. ഞാൻ 5 മാസം പഠിച്ചിരുന്നു. അതിന് മുമ്പ് ലീവ് എടുത്ത് 5 മാസം പഠിച്ചാണ് നവംബർ 2023 അറ്റംപ്റ്റ് എഴുതാൻ പോയത്. ഞാൻ 2023 അറ്റംപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഞാൻ വിജയിക്കും. എനിക്ക് എക്സാം എളുപ്പമായിരുന്നു, ഞാൻ വിജയിക്കുമെന്ന് ഞാൻ ഓർത്തു. ഞാൻ അങ്ങനെ ജനുവരിയിൽ റിസൾട്ട് വന്നു. പക്ഷേ എനിക്ക് 3 വിഷയത്തിന് പോയി. അങ്ങനെ എനിക്ക് CA ഫൈനൽ കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒരു ഉടമ്പടി എടുക്ക്, അമ്മ മാതാവ് നിനക്ക് നേടിത്തരും. ഞാൻ അന്നേരം ചെന്നൈയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അപ്പം ഫെബ്രുവരിയിൽ നാട്ടിൽ വന്നപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എനിക്ക് അടുത്ത അറ്റംപ്റ്റിൽ എനിക്ക് CA ഫൈനൽ നല്ലൊരു മാർക്കോട് കൂടി വിജയിക്കണമെന്നായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് മാർച്ചിലായിരുന്നു 3 വർഷം തീരുന്നത്. അപ്പം ഞാൻ തിരിച്ച് ചെന്നൈക്ക് പോയി മാർച്ച് 2-ാം തീയതി എൻ്റെ ആ കമ്പനിയിലെ ജോലി തീർന്നു. അങ്ങനെ എനിക്ക് 2 മാസമേ ഉള്ളൂ പ്രിപ്പയർ ചെയ്യാൻ. മെയ് ആദ്യത്തെ ആഴ്ച തന്നെ എൻ്റെ എക്സാം തുടങ്ങും. അങ്ങനെ 2 മാസം എനിക്ക് പുതിയ സിലബസാണ്. നവംബർ 23 കൊണ്ട് ഓൾഡ് സിലബസ് തീർന്നു. പുതിയ സിലബസിൽ എല്ലാ വിഷയത്തിലും പുതിയ കുറേ ചാപ്റ്റേഴ്സും ഒരു വിഷയം ഡിലീറ്റ് ചെയ്ത് പുതിയ ഒരു വിഷയം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇത് പഠിച്ചെടുക്കാൻ 2 മാസം കൊണ്ട് തീർക്കാൻ വളരെ പാടാണ്. ഇത്ര വോളിയം നമുക്ക് ഓർത്തിരിക്കാനും പഠിക്കാൻ വളരെ പാടായിരുന്നു. അങ്ങനെ ഞാൻ 2 മാസം അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് എനിക്ക് 2 മാസം കൊണ്ട് പഠിച്ചു തീർക്കാനും പറ്റി. ഒരു തവണ റിവിഷൻ ചെയ്യാനും എനിക്ക് അവസരം കിട്ടി. അങ്ങനെ ഞാൻ പഠിച്ചു തീർത്ത് മെയിലെ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാൻ പോയി. മെയിലെ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നും എല്ലാ ദിവസവും എക്സാമിന് മുമ്പ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മ മാതാവിൻ്റെ തൈലം നെറ്റി പുരട്ടുകയും ഉടമ്പടി കാശ്രൂപം കൈപിടിച്ച് ഞാൻ പരീക്ഷ എഴുതുന്ന ചേർന്ന് ചുറ്റിലും ഞാൻ ഉടമ്പടി ഉപ്പ് വിതറുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കൊന്നും അറിയില്ല. അമ്മ മാതാവും യേശുനാഥനും എൻ്റെ കൈ പിടിച്ച് എക്സാം എന്നെ കൊണ്ട് എഴുതിപ്പിക്കണമെന്ന്. അങ്ങനെ എനിക്ക് എക്സാം വളരെ എളുപ്പമൊന്നുമല്ലായിരുന്നു. കുറേ പാടായിരുന്നു. 1-2 സബ്ജക്റ്റ് മാത്രമുള്ളായിരുന്നു എനിക്ക് ഇച്ചിരിയെങ്കിലും അറിയാവുന്നത്. ബാക്കിയെല്ലാം ഇച്ചിരി നല്ല പാടായിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അമ്മ മാതാവ് എന്നോട് പറയുന്നുണ്ട്, നീ എന്തിനു പേടിക്കുന്നു, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ എന്തിനു പേടിക്കുന്നു എന്ന് മാതാവ് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ 10:30 CA ഫൈനലിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് നല്ല ഒരു മാർക്ക് നൽകി. എന്നെ എല്ലാ ഗ്രൂപ്പിലും എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്ക് നൽകി പാസ് ചെയ്തു. കഴിഞ്ഞ തവണ പോയ സബ്ജക്റ്റിനൊക്കെ 2 ഇരട്ടി മാർക്ക് നൽകിയാണ് മാതാവ് എന്നെ ഈ തവണ പാസ് ചെയ്തത്. അമ്മ മാതാവിന് 1000 നന്ദി അതിന്. പിന്നെ എൻ്റെ ചേച്ചി കല്യാണം കഴിഞ്ഞ് US പോയിരുന്നു. ഇപ്പോൾ ചേച്ചിക്ക് അവിടെ കുറേ കമ്പനികളിൽ റെസ്യൂമി സെൻഡ് ചെയ്തിട്ട് അവിടെ കൂടുതൽ ലേ ഓഫൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരു കമ്പനിയിലും ജോലി കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഉടമ്പടി വെച്ചിരുന്നു, ചേച്ചിക്കൊരു നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന്. അമ്മ മാതാവ് ചേച്ചിക്കൊരു നല്ല ജോലി നൽകി അനുഗ്രഹിച്ചു. നല്ല സാലറിയോട് കൂടി ജോലി നൽകി അനുഗ്രഹിച്ചു ജൂൺ മാസത്തിൽ. അങ്ങനെ എൻ്റെ അനിയത്തി BCom പഠിച്ച് പാസ്സായി ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ ഒരു നല്ല കമ്പനി ജോലി നൽകി അനിയത്തിയും മാതാവ് അനുഗ്രഹിച്ചു. മാതാവിന് 1000 നന്ദി. എൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതം വളരെയധികം മാറി. ഞാൻ ധ്യാനം കൂടുകയും ദൈവത്തെക്കുറിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഞാൻ ഇവിടുത്തെ ഉടമ്പടി പത്രം ഞാൻ അവിടെ ചെന്നൈയിലെ ഞാൻ ഞായറാഴ്ചകളിൽ അവിടെ പള്ളി പോയിരുന്നു. അവിടെ പള്ളിയിൽ ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ കൂടുതലും എനിക്ക് അറിയാവുന്നവരോടെല്ലാം ഞാൻ പറയും ഇങ്ങനെ കൃപാസനത്തിൽ പോകണമെന്നും. എൻ്റെ കൂട്ടുകാരുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ ധ്യാനം കൂടുമ്പോഴും പത്രം ഞാൻ പള്ളി വിതരണം ചെയ്യുമ്പോഴും അവരും എൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ അവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കും ഇതിങ്ങനെ ആണ്. പിന്നെ എനിക്ക് വഴിയിൽ കാണുന്ന ഇങ്ങനെ അവിടെ നമ്മളോട് ഒരു നേരത്തെ ഭക്ഷണം ചോദിക്കുന്നവർക്ക് ഞാൻ രൂപ കൊടുക്കുകയും എന്നെയും കൊണ്ട് ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചോദിക്കണമെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ ജീവിതം ദൈവത്തോട് കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിച്ചു. കൂടുതൽ ധ്യാനത്തിലേക്കും ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും അടുക്കലേക്ക് എന്നെ അടുപ്പിച്ചു. സങ്കീർത്തനങ്ങൾ